നമസ്കാരം. കോഴിക്കോട് വടകരയിൽ 2 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. തലശ്ശേരി കോഴിക്കോട് ദേശീയപാതയിൽ ഒരു ബൈക്കുകാരനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് ഒരു ബസ് വടകരയ്ക്ക് പോരുവാണ്. അപ്പോൾ വടകര എത്താനാവുന്നതിൻ്റെ കുറച്ച് അപ്പുറത്താണ്, വടകര അടുത്ത് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലൻ്റ് എന്ന് പറയുന്നൊരു ബസ്സാണ്. ഈ ബസ്സുകാർക്ക് ഇത്രയും വിരോധം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ്സുകാർ കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റാൻഡിൽ മിന്നൽ പണി മുടക്ക് നടത്തി. ബസ്സിൻ്റെ ഒരു ജീവനക്കാരനെ ആരോ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട്, അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഈ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പണിമുടക്കിനെ പറ്റി സമരം ചെയ്തപ്പം ഈ പണിമുടക്ക് ഇവർ ശക്തമാക്കി ബസ്സുകാർ. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി ഇടപെട്ടു. ഇദ്ദേഹം വേറെ ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇദ്ദേഹത്തിനെയാണ് ഇവരുടെ ഇരയായിട്ട് കിട്ടിയത്. അപ്പോൾ ഇദ്ദേഹം ബൈക്കിൽ വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്തെന്ന് അറിയാം, കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് വരുവാണ്. കണ്ണൂർക്കല്ല, തലശ്ശേരിയിൽ നിന്ന് വടകരയ്ക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ബൈക്കാണെന്ന് ഉറപ്പിച്ചു. ഇദ്ദേഹത്തെ ബാക്കിൽ നിന്ന് ഇടിച്ച് തെറിപ്പിച്ച് ഇപ്പോൾ ലേശം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഇവരെ ചൊടിപ്പിക്കാൻ കാരണം. എന്നിട്ട് ബസ് നിർത്താതെ പോവുകയും ചെയ്തു. കുറേ അങ്ങനെ ഇന്ന് CPM-കാർ ഇടപെട്ടിട്ട് വണ്ടി തടഞ്ഞ് പിന്നെ പോലീസിനെ വിളിച്ച് വരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു വരെ ഇപ്പോൾ കേസായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ ബസ്സുകാരുടെ അഹങ്കാരം ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ വണ്ടിക്കാരുടെ മേലുള്ള അതിക്രമം, അല്ലെങ്കിൽ യാത്രക്കാരുടെ മേലിലുള്ള അതിക്രമം, വിദ്യാർത്ഥികളുടെ മേലുള്ള അതിക്രമം, ഇതിനൊരു നടപടി എടുക്കണം. കാരണം ഇങ്ങനെ വിട്ടാൽ ശരിയായില്ല. ഇവരുടെ ഗുണ്ടായുസം വല്ലാണ്ട് കൂടുന്നുണ്ട്. ഈ നാടുകൾ കുറേ ആയി ഇങ്ങനെ. ഒന്നെങ്കിൽ കുട്ടികളെ കയറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രക്കാരുമായിട്ട് വെച്ച് കിട്ടുക. ഇതൊക്കെ തന്നെ ഇവരുടെ പരിപാടി. ഇവരെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ പോലീസിന് ആയില്ല എന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ, അത് കർശനമായിട്ട് പോലീസും മുഖ്യമന്ത്രി ഗതാഗത മന്ത്രിയൊക്കെ നിയമം എടുത്തിട്ട് ഇവരെ പൂട്ടണം. ഇവൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇവൻ്റെ ലൈസൻസ് ഒക്കെ കട്ട് ചെയ്യണം. ഇവൻ്റെ വണ്ടിക്ക് തന്നെ ലൈസൻസ്, പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, RC ഉണ്ടോ, അതൊന്നുമില്ല. അത് എങ്ങനെയാണ് വണ്ടി ഓടുന്നത്, അതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഇവർ സ്പീഡ് ഗവർണർ ഒഴിവാക്കിയെന്നുണ്ട്. സ്പീഡ് ഗവർണർ ഒഴിവാക്കി കഴിഞ്ഞാൽ കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അറിയാം. ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ അതിക്രമങ്ങൾ കണ്ടമാനം കൂടുന്നുണ്ട്. അപ്പം ചില ആൾക്കാർ ഈ പ്രൈവറ്റ് ബസ്സിന് മാത്രമല്ല, KSRTCക്ക് പ്രശ്നമില്ലത്. KSRTCയിലുണ്ട് ചില വിലത്തരം കാണിക്കുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ ഉണ്ട്. ഈ അടുത്ത് അങ്ങനെ സംഭവം ഉണ്ടായതാണ്. അപ്പോൾ KSRTCക്ക് വളരെ കുറവാണ്, പക്ഷേ അവരെപ്പോഴെങ്കിലും ഉള്ളൂ. പക്ഷേ ഇവരങ്ങനെയല്ല. ഈ പ്രൈവറ്റ് ബസ്സുകാർ ഒന്നെങ്കിലും വല്ലപ്പോഴും മറ്റുള്ള വണ്ടിക്കാരുമായിട്ട് വല്ലപ്പോഴും നല്ല ദിവസവും പിന്നെ വഴക്കുണ്ടാക്കും. കാരണം സമയം 1 മിനിറ്റ് 2 മിനിറ്റ് വൈകിട്ടൊക്കെ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാറുവാണ്. റോട്ടിൽ കൂടി മറ്റുള്ള ബസ്സുകാരോ അല്ല മറ്റുള്ള വണ്ടിക്കാരോ ചെറിയ കാറുകാരോ ലോറിയോ അല്ല ആൾക്കാർ റോട്ടിൽ കൂടി നടന്നു പോകുന്നുണ്ടോ, വൈകി യാത്രികർ പ്രശ്നമുണ്ടോ, അതൊന്നും നോക്കുന്നില്ല. അവർ പായുക തന്നെ. കാരണം ഇവിടുന്ന് കപ്പം കൊടുക്കാനായിട്ട് പോണ പോലെയുള്ള പോക്കാണ് തലശ്ശേരി നിന്നായാലും എവിടെ നിന്നായാലും എടുക്കുന്നത്. ഇത് തലശ്ശേരി എന്നല്ല, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഈ മരണ വേഗത, അമിത വേഗതയായിട്ട് യാത്രക്കാർ വരെ പേടിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇങ്ങനെ പോകുന്ന സമയത്താണ് കഴിഞ്ഞ ആഴ്ച ഞാൻ KSRTCനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇവരുടെ ഈ ഗുണ്ടായുസം ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. എന്താ ഇത് ആൾക്കാരെ വെച്ച് പന്താടുക. ഇവർ ഈ ബസ് റോഡിൽ കൂടി ഓടിക്കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടിക്കാർക്കൊന്നും ഓടണ്ടേ, യാത്രക്കാർക്ക് നടക്കണ്ടേ, സ്കൂൾ കുട്ടികൾക്ക് പോകണ്ടേ. ഒന്നെങ്കിൽ ഇവർ ഓടുകയല്ല, ഓടണ്ട. ഇവരുടെ ലൈസൻസോ വണ്ടിയുടെ RC ഒക്കെ അവിടെ എടുത്ത് വാങ്ങി വെക്കുക. ഡ്രൈവറും ഒഴിവാക്കി വിടണം. ഡ്രൈവറെ 4 ജീവനക്കാരായ എത്ര ജീവനക്കാരുണ്ടായ അത്ര ജീവനക്കാരെ ഒഴിവാക്കി ഇവരുടെ പേര് നടപടി എടുക്കണം. പിന്നെ ഒരിക്കലും ഇവർ ഒരു പ്രൈവറ്റ് ബസ്സിനും പണിയെടുക്കരുത്. മനസ്സിലായില്ലേ? ഇതെന്താ നാട്ടുകാർക്കൊന്നും ജീവിക്കേണ്ടത്. ഇവർ ബസ് ഓടുന്നു വെച്ചിട്ട്, ബസ്സൊന്നുമല്ല ഏതൊരു ബസ്സായാലും. ഞാൻ ബസ്സുകാരെ മാത്രമല്ല പറയുന്നത്, ഏതൊരു വാഹനമായാലും അതിൻ്റേതായ രീതിയിൽ ഓടണം. ഇതൊക്കെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇത് കാണണം. അതിനാണ് ഈ വീഡിയോ ഒക്കെ ചെയ്ത് യൂട്യൂബിൽ കൂടി വിടുന്നത് തന്നെ. ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പോയി കഴിഞ്ഞാലേ അദ്ദേഹം കാണത്തുള്ളൂ, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും നടപടി എടുക്കത്തുള്ളൂ. പിന്നെ
അവിടെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഈ ബസ്സുകാർ വളരെ അമിത വേഗത്തിലാണ് പോകുന്നത്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് ചോദ്യം ചെയ്ത് ചില ബസ്സുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച ഈ പണിമുടക്ക് നടത്തിയ സമയത്താണ് ഇയാളെ ഇടപെട്ടത്. അതാണ് അദ്ദേഹത്തെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ. ഇവരാരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇവർ നേരത്തോട് കയറ്റി കൊല്ലുകയും ചെയ്യും. കാരണം ഇവർക്ക് എല്ലാ അക്രമവാസനയുണ്ട് ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക്. കാരണം ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നതെന്നുള്ള അറിയത്തില്ല. ചിലപ്പോൾ എവിടെയൊക്കെ കഞ്ചാവ് അടിച്ചിട്ടൊക്കെ മയക്കുമരുന്ന് അടിച്ചിട്ടൊക്കെ വരുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ബസ്സിൽ വരുന്നതായിരിക്കും ബസ്സിലെ പണിക്കാർ. യാത്രക്കാരെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ചില ബസ്സുകാരുണ്ട്. അപ്പോൾ അത് നിർത്തലാക്കുക. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല കേട്ടോ. ഇത് ഇന്നെന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് എത്ര വേഗം മുളയിലേ നുള്ളുകയാണ് നല്ലത്. ഗതാഗത മന്ത്രി ഇടപെട്ടിട്ട് ഇതാ ബസ് ഓടിക്കാതിരിക്കാനുള്ള പരിപാടി നോക്കുക. പിന്നെ സ്പീഡ് കാരനോട് കട്ട് ചെയ്തതും അതും ചോദ്യം ചെയ്യണം. ആർ ടി ഒക്കെ ഇതിൽ ഇടപെട്ടിട്ട് ആർ ടി ഒ ഇവനെ റദ്ദ് ചെയ്യണം, വണ്ടി തന്നെ റദ്ദ് ചെയ്യാം. അവൻ ഓടണ്ട. ബസ്സുകാരെ മർദ്ദിച്ചു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബസ്സുകാരുടെ കയ്യിലിരിപ്പം വർത്താനോ സംസാര രീതിയൊക്കെ അങ്ങനെ ചില യാത്രക്കാരുമായിട്ട് ഇടപെടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തലക്ക് ഒരു ചവിട്ട് കൊടുക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ബസ്സുകാരെ തല്ലി എന്ന് വെച്ചിട്ട് ഉടനെ അത് സമരമാണ്, മിന്നൽപ്പണി മുടക്കാണ്. ഇതെന്താ മറ്റുള്ള യാത്രക്കാർക്കൊക്കെ യാത്ര ചെയ്യേണ്ടത്? ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ഒലക്കേലത്തെ ഈ മിന്നൽപ്പണി മുടക്കുണ്ടല്ലോ, ഈ പണിമുടക്ക് കൊണ്ട് പല ആൾക്കാരും ദുരിതത്തിലാവുന്നവരുണ്ട്. ഇനിയെങ്കിലും അത് സർക്കാർ മനസ്സിലാക്കണം. സർക്കാരായാലും നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ആയാലും ആരായാലും. കാരണം ഇത് ഇന്നെന്നല്ല എപ്പോഴും ഉള്ള ഒരു സംഗതിയാണത്. മനസ്സിലായില്ല? അനങ്ങിയ സമരം, ബസ് ചാർജ് കൂട്ടാൻ സമരം, വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ കൂട്ടാൻ സമരം, ടാക്സി ഒഴിവാക്കണം, പിന്നെ മണ്ണാങ്കട്ട ഒഴിവാക്കണമൊക്കെ പറഞ്ഞിട്ടല്ലേ ഇന്നലെ സമരം ഉണ്ടാക്കിയത്. എന്നിട്ട് അതൊക്കെ നടന്നോ? ഇവർക്ക് വേണേൽ ഓടിയാൽ മതി, നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ഓടണമെന്നുള്ളത്. കെ എസ് ആർ സി ഇറങ്ങി ഓടാനുണ്ട്. ഒരുപാട് കെ എസ് ആർ സി ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ട്. AC വരെ ഫിറ്റ് ചെയ്ത്, അതുപോലെ എല്ലാ സീറ്റുകളിലും മൊബൈൽ ചാർജർ വരെയുള്ള ഈ കെ എസ് ആർ സി വരെ ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ റൂട്ടുകൾ കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കെ എസ് ആർ സി ഇറങ്ങുന്നത് ഓടുന്നുണ്ട്. പിന്നെ ഇവർ വേണേൽ ഓടിയാൽ മതി, ഓടിയില്ല ഓടണ്ട. ആർക്ക് പോയി? അവർക്ക് പോയി. അത്ര തന്നെ. ശരി, എന്നാൽ നിർത്തുന്നു.